ചേച്ചി നഴ്സറിയുടെ കാര്യങ്ങളൊക്കെ പറയും മുമ്പ് ഇവിടെ നെല്ലുണക്കാണല്ലോ. നെല്ലുണക്കാണ് ഞങ്ങൾക്ക് കൊയ്ത്ത്. ഞങ്ങള് അഗ്രോ സർവീസ് സെന്ററിന്റെ കീഴില് ഞങ്ങള് നെൽകൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ നെല്ലുണക്കാണ്. ചേച്ചി എന്തൊക്കെയാ നഴ്സറിയിൽ എന്തൊക്കെയുള്ളത്? പച്ചക്കറി തൈകളുണ്ട്, പിന്നെ ഫലവൃക്ഷ തൈകളുണ്ട്. പച്ചക്കറി തൈകൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നതാണ്. അപ്പം അതിന് വഴുതന, വെണ്ട, പയറ്, മുളക്, തക്കാളി, എല്ലാ പച്ചക്കറി തൈകളും ഉണ്ട്. എങ്ങനെയാ വിൽപ്പന? എങ്ങനെയാ അത് ആൾക്കാർ വന്ന് കൊണ്ടുപോകും, പിന്നെ അല്ലെങ്കിൽ റോഡിൽ പോയി വിൽക്കാറുണ്ട്. ഡിമാൻഡ് ഉണ്ട്, നല്ല ഡിമാൻഡാണ്. പിന്നെ ഫലവൃക്ഷ തൈകൾ ഒരു കൂത്താട്ടൂരത്തെ നഴ്സറി ഉണ്ട് ഞങ്ങൾക്ക്. നഴ്സറി ഉണ്ട്. അപ്പൊ അവിടെ ഫലവൃക്ഷ തൈകളുണ്ട്, അവിടെയും പച്ചക്കറി തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് അവിടെ വിൽക്കുന്നുണ്ട്. പച്ചക്കറി തൈകളപ്പോ നഴ്സറി വഴി വിൽക്കും, അല്ലാണ്ട് വീടുകളിൽ കൊണ്ട് കൊടുക്കും. പിന്നെ റോഡുകളിലൊക്കെ വിൽപ്പനയ്ക്ക് പോകും. വീട്ടിലേക്ക് എങ്ങനെ മറ്റേ നമ്മൾ വണ്ടിയിൽ, നമുക്ക് വണ്ടി സ്വന്തമായിട്ടുണ്ടല്ലോ, അപ്പൊ വണ്ടിയിൽ കൊണ്ടുപോയി ഞങ്ങൾ റൂട്ട് ഉണ്ടാവും, സ്ഥിരം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വെയിറ്റ് ചെയ്യണൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ കുറേ മെഷീൻ ഇരിക്കണ കണ്ടു. ഞാറ് നടണ മെഷീൻ, കൊയ്യണ മെഷീൻ, തെങ്ങ് കയറണ മെഷീൻ ഒക്കെ പഠിച്ചോ? ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയായിരുന്നു. അപ്പം എനിക്ക് 2 മാസം ARS മണ്ണൂത്തിൽ വെച്ചാണ് ട്രെയിനിങ് തന്നത്. അവിടെ നോഡൽ ഓഫീസർ എപ്പോഴും ആയിരിക്കുന്ന ജയകുമാർ സാറായിരുന്നു. വീട്ടിൽ കുറേ മാസ്റ്റർ ട്രെയിനിങ്സ് ഉണ്ട്. അവരിവിടെ വന്ന് ഞങ്ങൾക്ക് എല്ലാ വർഷവും 20 ദിവസത്തെ വീതം ട്രെയിനിങ് മെഷീനെ കുറിച്ച് തരാറുണ്ട്. അപ്പോൾ 2 മാസം ഞാൻ അവിടെ പോയി നിന്നും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജയകുമാർ സാറാണ് ഞങ്ങളുടെ നോഡൽ ഓഫീസർ. ഞാൻ ഈ പറഞ്ഞ മെഷീൻ അല്ലാണ്ടും വേറെ കുറെ സാധനങ്ങളൊക്കെ ഇല്ലേ, എന്തൊക്കെയല്ല? മെഷീൻ പുല്ല് വെട്ടുന്ന മെഷീനുണ്ട്, നടിയിൽ മെഷീനുണ്ട്, പിന്നെ തെങ്ങ് കയറുന്നത്, പിന്നെ സ്പ്രേയറുണ്ട്, റീബ് കൊയ്തിടുന്ന മെഷീനുണ്ട്, പിന്നെ മെതിച്ചിടുന്നതുണ്ട്. നിങ്ങൾ ആൾക്കാര് വിളിക്കുകയാണോ? വിളിക്കുമ്പോ അങ്ങനെ പോയിട്ട് ഈ കൊയ്ത്തിനും ഇതിനൊക്കെ ആയിട്ട് വിളിക്കുകയാണോ? ഞങ്ങള് അതിപ്പോ ആദ്യം തന്നെ ട്രെയിനിങ് കിട്ടിയിരുന്നില്ല. അപ്പൊ ഞങ്ങള് ഇങ്ങനെ മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ പരസ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പരസ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാരും ഓഫീസിൽ വരുവാണ്. ഞങ്ങൾക്ക് ഇന്ന ജോലികളുണ്ടെന്ന് പറയുമ്പോ ഞങ്ങള് അതപ്പോ രജിസ്റ്റർ ബുക്ക് ഉണ്ട്, അതിൽ എഴുതിയിടും. അങ്ങനെ ആദ്യം വിളിക്കുന്നവർക്ക് ആദ്യം ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാ വർക്കുകൾക്കും അങ്ങനെ. അപ്പൊ ഞങ്ങളുടെ ഫെസിലിറ്റേറ്റർ ആണല്ലോ, സാറ് പറയും എല്ലാം തയ്യാറാണ്. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞാൽ ഞങ്ങള് ലേഡീസും എല്ലാം തന്നെ കൈകാര്യം ചെയ്യും. എനിക്കൊരു സൈക്കിൾ ഓടിക്കാൻ വരെ അറിയില്ല. എനിക്ക് നിങ്ങളൊക്കെ കാണുമ്പോ കുശുമ്പാവുക. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണോ? ചേച്ചി കൂടാണ്ട് ബാക്കിയുള്ളവരും ഇതൊക്കെ? 3-4 ഉണ്ട്. അംബിക, റൂബി ചേച്ചി, അവരൊക്കെ പാടത്ത് നടിൽ മെഷീനൊക്കെ ഓടിക്കുന്നുണ്ട്. അംബിക എന്ന് പറഞ്ഞാൽ പ്രത്യേക ആള് വരും. തെങ്ങില് മണ്ട വരെ വൃത്തിയാക്കുന്ന ആളാണ്, കൊന്നത്തെങ്ങിലൊക്കെ കയറുന്ന ആളാണ്. അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേക ഒരു വരുമാനമുള്ളത്. ഞങ്ങൾക്കൊരു ക്രെഡിറ്റ് തന്നെയാണത്. സൂപ്പർ സ്റ്റാർ എന്ന് പറയണത് ഇപ്പം എല്ലാ മേഖലയിലും ലേഡീസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വരുമാനം ആകാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് എൻ്റെ ജീവിതം. ഈ മെഷീൻ വരുന്നതിന് മുമ്പ് ഇത് പഠിച്ചിരുന്നു? ഇല്ല, മെഷീനിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്ന് ഞങ്ങളെ ആക്കിയെടുക്കുകയുള്ളൂ. അല്ല, അതിന് മുമ്പ് കയറി. ഈ മെഷീൻ കയറുന്നത് ബുദ്ധിമുട്ടാണോ? ഏതാണ് എളുപ്പമാണോ? അത് എളുപ്പമാണ്. നമുക്ക് പ്രാക്ടീസ് വേണം. ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എത്ര തെങ്ങ് കയറാൻ പറ്റും ഒരു ദിവസം? ഒരു ദിവസം അടുത്തടുത്ത് തെങ്ങും തോപ്പുകളാണെങ്കിൽ 30 എണ്ണമൊക്കെ കയറാം. ഇപ്പം ഒരു സ്ഥലത്ത് 5, വേറൊരു സ്ഥലത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് കുറയും. ഒരു തെങ്ങമ്മ കയറുമ്പോൾ എങ്ങനെയാ ചാർജ്? തേങ്ങ ഇടുന്നതിന് 60 രൂപ. പിന്നെ തെങ്ങ് മണ്ട ക്ലീൻ ചെയ്ത് മരുന്ന് ഒഴിക്കുന്നതിന് 130 രൂപ ഒരെണ്ണം. ശരിക്കും ഇപ്പൊ അത് ആരുമില്ല, തെങ്ങ് കയറാൻ ആളില്ലാണ്ടുള്ള മൊത്തം കഷ്ടപ്പാടിലാണ് അല്ലേ? ശരിക്കും ഇതൊക്കെ തെങ്ങ് മര്യാദക്ക് കയറി ഇതൊക്കെ മണ്ടയൊക്കെ വെടുപ്പാക്കി വരികയാണെങ്കിൽ തെങ്ങുമൊന്നും കിട്ടും, വരുമാനമാകും, ജീവിക്കാനുള്ള വരുമാനമാകും.
ഇപ്പൊ കൂടെ ഇനിയിപ്പോ കൂടുതൽ ആൾക്കാർ ഇപ്പൊ ചേച്ചിയെ കണ്ടിട്ട് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടോ? എൻ്റെ കൂടെ വേറെ ലേഡീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അവര് ചെയ്യണില്ല, അവർക്ക് സുഖമില്ലാത്തതാണ്. അപ്പൊ ഇത് കേറുമ്പോ ഇപ്പൊ ഇവരൊക്കെ ഇങ്ങനെ കുശുമ്പോണ്ട് കൂടി നോക്കുന്നുണ്ടല്ലേ? ഇല്ല, അവര് എനിക്ക് എപ്പോഴും സപ്പോർട്ടാ. എപ്പോഴും ഞങ്ങളുടെ സാറ് എപ്പോഴും സപ്പോർട്ടാ. സാറും ഞങ്ങളുടെ കൂടുതലുള്ള ആൾക്കാരൊക്കെ അതാണല്ലോ അവര് സ്റ്റാർ എന്ന് പറഞ്ഞു തന്നെ. അവർക്ക് അഭിമാനാണ്. അഭിമാനാണ് അല്ലേ? ശരിക്കും ഇവരൊക്കെ പറയും, ഞങ്ങൾ ഇപ്പൊ വന്നപ്പോ തന്നെ പറഞ്ഞു ഞങ്ങളുടെ അഭിമാനാണെന്ന് പറഞ്ഞപ്പോ കേട്ടപ്പോ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പൊ നിങ്ങൾക്ക് അതിലേറെ സന്തോഷമായിട്ടില്ലേ? സന്തോഷം, അഭിമാനം. അപ്പൊ ഇത് കൂടാണ്ട് തെങ്ങേറ്റം ഇല്ലാത്ത സമയത്ത് മറ്റു പണികളും ചെയ്യും. ഞങ്ങളുടെ കാർഷിക മേഖലയിലുള്ള പണികൾക്ക് പോകും. ചെയ്യാൻ തയ്യാറാണ്, എന്നും പണിയുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഏറ്റെടുത്ത പണികൾ ചെയ്തു കൊടുക്കണമല്ലോ, അപ്പൊ അതിനും പോകും. ഇതിനൊക്കെ തന്നെ നേരമില്ലാത്ത അവസ്ഥയുള്ളൂ അല്ലേ? അവസ്ഥയുള്ളൂ. പണി ഞങ്ങൾക്ക് വേണമല്ലോ. ശരിക്കും പണി ഇവിടെ വേണം, എടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാല് പണിയുണ്ട്.